നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. കത്തിൽ വീണ കുരുക്ക്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി പൾസർ സുനിയുടേതായി ദിലീപിന് ലഭിച്ച കത്ത് മറ്റൊരാൾ എഴുതിയതെന്ന് റിപ്പോർട്ട്. ജയിലിൽ സുനിയുടെ സഹതടവുകാരനായിരുന്ന നിയമവിദ്യാർത്ഥിയാണ് കത്തെഴുതിയതെന്ന് സുനിയുടെ അഭിഭാഷകൻ. മറ്റൊരു തടവുകാരനായിരുന്ന വിഷ്ണുവിന് മരട് കോടതി പരിസരത്ത് വെച്ച് കത്ത് കൈമാറിയതും ഇയാളെന്ന് വെളിപ്പെടുത്തൽ. സുനിയുടെ കൈയക്ഷരം താൻ കണ്ടിട്ടുണ്ടെന്നും ദിലീപിന് ലഭിച്ച കത്തിലേതുപോലെ അത്ര വടിവത്തതല്ല സുനിയുടെ അക്ഷരമെന്നും അഭിഭാഷകൻ. കത്തെഴുതിയ കടലാസ് ജയിലിൽ നിന്ന് രഹസ്യമായി കടത്തിയതിന്റെ ലക്ഷണങ്ങളില്ല. ജയിലിന്റെ സീലുള്ള കടലാസിൽ അവിടെ വെച്ചു തന്നെ എഴുതി പുറത്തു കടത്തിയതാകാമെന്നും നിഗമനം. സിനിമയിലെ പ്രമുഖരുമായുള്ള തനിക്കുള്ള ബന്ധം പൾസർ സുനി സഹതടവുകാരോട് വിശദീകരിച്ചതായി വിവരം. എന്നാൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് തടവുകാരനായ നിയമവിദ്യാർത്ഥി കത്തെഴുതിയത് എന്ന് അവ്യക്തം. ജയിലിൽ നിന്ന് സുനി പ്രമുഖരുമായി മൊബൈലിൽ ബന്ധപ്പെട്ടത് ഡോകോമോ നമ്പർ ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ. ചെമ്പനോടയുടെ പാഠങ്ങൾ. കോഴിക്കോട്ടെ കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ വില്ലേജ് ഓഫീസുകളിൽ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളുടെയും ചുമതല തഹസീൽദാർമാർക്ക് നൽകി ഉത്തരവ്. ചെമ്പനോട വില്ലേജ് ഓഫീസിലേതിന് സമാനമായ സംഭവങ്ങളുണ്ടായാൽ ആദ്യ നടപടി തഹസീൽദാർമാർക്ക്. ചെമ്പനോടയിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ കാര്യത്തിൽ നികുതി സ്വീകരിക്കാനുണ്ടായ കാലതാമസം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വരുത്തിയതെന്ന് കണ്ടെത്തൽ. അതിനിടെ വിവിധ ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസുകളിൽ എത്തുന്നവരെ 2 തവണയിൽ കൂടുതൽ നടത്തരുതെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ്. നിയമപരമായി സാധുവായ ഭൂനികുതി അന്നു തന്നെ സ്വീകരിക്കണമെന്നും നിർദ്ദേശം. പനിയിൽ പകച്ച് കേരളം. പേടി വിതച്ചു തുടരുന്ന പനിമരണങ്ങൾക്ക് മുന്നിൽ പകച്ച് കേരളം. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ മാത്രം വിവിധ ജില്ലകളിൽ 9 പേർ മരിച്ചതായി റിപ്പോർട്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട്ട് യോഗം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വാർഡുകളിലും സമഗ്ര ശുചീകരണ യജ്ഞം ചൊവ്വാഴ്ച മുതൽ 3 ദിവസം. കൂടിക്കാഴ്ചയ്ക്ക് ഒരുക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങി വൈറ്റ് ഹൗസ്. ഇന്നലെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 1-ാം ദിവസം പോർച്ചുഗലിലെത്തിയ മോദി പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് അമേരിക്കയിലെത്തുന്ന മോദിയും പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നാളെ. ട്രംപുമായുള്ള മോദിയുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ അമേരിക്കയ്ക്ക് വലിയ പ്രതീക്ഷകളുണ്ടെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിനായി സുപ്രധാന വിഷയങ്ങളിൽ 2 നേതാക്കളും പൊതുകാഴ്ചപ്പാട് രൂപീകരിക്കുമെന്നും പ്രതീക്ഷ. ഉപാധികൾക്ക് വഴങ്ങാതെ. ഉപരോധ രാജ്യങ്ങളുടെ മുന്നറിയിപ്പിന് കീഴടങ്ങാതെ ഖത്തർ. സൗദി, UAE ഉൾപ്പെടെ ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഒന്നുപോലും അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപനം. സാഹചര്യത്തെ ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ GCCയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഖത്തറിന് അറബ് രാഷ്ട്രങ്ങളുടെ ഭീഷണി. ഖത്തറിനുമേൽ 3 ആഴ്ചയായി തുടരുന്ന ഉപരോധം പിൻവലിക്കാൻ മറ്റു രാഷ്ട്രങ്ങൾ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത് 13 ഉപാധികൾ. ഇറാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക, അൽ ജസീറ ചാനലിന്റെ പ്രവർത്തനം നിർത്തുക, തുർക്കി സൈനിക താവളം അടച്ചുപൂട്ടുക തുടങ്ങിയ ഉപാധികൾ സ്വീകാര്യമല്ലെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. വിശദമായ മറുപടി കുവൈറ്റ് വഴി കൈമാറുമെന്നും വക്താവ്. ഉപരോധവും ഭീകരവിരുദ്ധ പോരാട്ടവും തമ്മിൽ ബന്ധമില്ലെന്ന തങ്ങളുടെ മുൻ നിലപാട് ശരിവെക്കുന്നതാണ് ഉപാധികളെന്ന് ഖത്തർ. മറ്റ് GCC രാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നത് ഖത്തറിന്റെ പരമാധികാരം പരിമിതപ്പെടുത്താനെന്നും ആക്ഷേപം. അതിനിടെ ഗൾഫ് പ്രതിസന്ധി ആ രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര പ്രശ്നമെന്നും പ്രശ്നപരിഹാരത്തിന് അവിടുത്തെ നേതാക്കൾ തന്നെ ശ്രമിക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.